ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് ഷോയിലേക്ക് സ്വാഗതം. നമ്മളും വന്നത് മമ്മൂക്കയുടെ പുതിയ ചിത്രമായ ബസൂക്കയിലെ ട്രെയിലറിലേക്ക്. അപ്പോൾ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ ട്രെയിലറിലേക്ക് പോവാം. കളർ ഗ്രേഡിങ്, നല്ല കളർ ഗ്രേഡിംഗ് ആണ്. ഒരു കളർ പാലറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സീനിൻ്റെയും നല്ല രസകരമായ രീതിയിലാണ് കളർ ഗ്രേഡിങ് ചെയ്തിരിക്കുന്നത്. He is Mr. Nobody, but definitely somebody. Classy, sleek. ഒരുപാട് ക്ലോസ് ആംഗിൾ ഷോട്ട്സ് ആണ്. നമുക്കൊരു മുടിയൊക്കെ കെട്ടിയിട്ടുള്ള സ്റ്റൈലിഷ് ലുക്കാണ്. Because that's too simple a word to describe him. അഗൈൻ ഉഗ്രം കളർ ഗ്രേഡിംഗ് ആണ്. എല്ലാ ഫ്രെയിമുകളിലും നമുക്ക് ആ കളർ ഗ്രേഡിംഗ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ക്വാളിറ്റി. നന്മയും തിന്മയും തമ്മിലുള്ള ഈ കളിയുടെ അവസാന മോക്ഷമാണ് ഗെയിം പ്ലാൻ. മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കർമ്മത്തിന്റെ പടവുകൾ ഉണ്ടാകും. ഗൗതം മേനോന്റെ വോയിസ് ഓവർ ഇതിലേക്ക് ഓക്കെ സ്റ്റാൻഡിങ് ഔട്ടൊന്നുമല്ല. നിമ്മതിയിലേക്ക് പതിപ്പിക്കും. കുരയ്ക്കുന്ന പട്ടിയൊന്നും കടിക്കാറില്ല. കുരയ്ക്കുന്ന പട്ടിയെപ്പോഴൊന്നും ഞോണ്ടി ആ ഡയലോഗൊക്കെ പൊളിയാണ്. സ്ക്വിഡ് ഗെയിമിൻ്റെ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ദിനോ ഡെന്നിസ്. നിന്റെ ആ ഡെയർ ഡബിൾ ആന്റഗണിസ്റ്റ് അവന് നമ്മൾ പോക്കും. ഓക്കെ, ഇതിൽ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങൾ. ഇതിൻ്റെ കളർ ഗ്രേഡിങ് സൂപ്പർ കളർ ഗ്രേഡിംഗ് ആണ്. ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് നമുക്ക് സിനിമയിലെ എൻഡ് ടു എൻഡ് ഫീൽ ചെയ്യാനുണ്ട്. കാര്യം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ജോണറിൽ, ഗെയിം ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണറിൽ വരുന്നൊരു പടമാണ്. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ടായിരിക്കും. അയാൾ പോലീസുകാർക്ക് തലവേദന ഉണ്ടാക്കുന്നു, ഒരു പുതിയ ചാലഞ്ചസ് കൊടുക്കുന്നു. ആ ചാലഞ്ചസ് സോൾവ് ആയില്ലെങ്കിൽ ആൾക്കാർ മരിക്കുന്നു. സോ മോസ്റ്റ് പ്രോബബ്ലി ഗൗതം വാസുദേവ് മേനോൻ ലൈക്ക് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കൂട്ടുപിടിച്ച് ഈ വില്ലനെ പൊക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ളതായിരിക്കണം ഇതിൻ്റെ ഒരു വൺ ലൈൻ എന്ന് വെച്ചാൽ. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും എക്സ്ട്രീംലി നല്ല രീതിയിലാണ്, അറ്റ്ലീസ്റ്റ് ഈ ട്രെയിലറിൻ്റെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ആവാത്ത കുറച്ച് കാര്യങ്ങൾ, എനിക്ക് വർക്കൗട്ട് ആവാത്ത കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഈ ഗൗതം വാസുദേവ് മേനോൻ്റെ വോയിസ് ഓവർ അത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ആ ഡയലോഗ്സും ഒരു ഓക്കെയാണ്. വോയിസ് ആയാലും ശരി, അത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നില്ല. പിന്നെ ഇത് വളരെ സ്റ്റൈലിഷ് മേക്കിംഗ് ആണെന്ന് നമ്മൾ അംഗീകരിക്കുമ്പോഴും ഇതിന് ഫാൻസിനപ്പുറം സാധാരണ ഫാമിലി ഓഡിയൻസിനെ എത്രത്തോളം തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കറൻ്റ്ലി ഒരു വെൽ മെയ്ഡ് ട്രെയിലറാണ്, പക്ഷേ എക്സ്ട്രീംലി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മേക്കിങ്ങിൽ മാത്രമാണ് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിനുമപ്പുറം ഒരു ഫസ്റ്റ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഓറ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു ഫ്യൂ ഡേയ്സ് ഫാൻസ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഓറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ഹൗ ലോങ് അതൊരു തിയേറ്ററിൽ ആ ഓറ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ കാണണം. അപ്പോൾ എന്തായാലും അത്യാവശ്യം തിരക്കില്ലാത്തൊരു ട്രെയിലറാണ്. എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാക്കുന്ന ഒരു ട്രെയിലറാണ്. ഓക്കെ, ഇത് കണ്ടാൽ എന്താണ് പുതിയ സാധനമെന്ന് കാണാനായിട്ട് ആൾക്കാരിലൊരു ഇൻട്രൂഗിങ് ഫാക്ടർ ജനിപ്പിക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത്
ലാലേട്ടൻ്റെ തുടരും സിനിമയിലെ ട്രെയിലറിലേക്ക് പോവാം. ലാലേട്ടൻ കംപ്ലീറ്റ്ലി ഒരു നോർമലായിട്ടുള്ള ആളായിട്ട് വരുന്ന വലിയ ഒരു ഓവർ ദ ടോപ്പ് ഹീറോയിസം ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ടൊരു ആളായിട്ട് വരുന്ന കഥാപാത്രങ്ങളെന്നാണ് അതിൻ്റെ ഒരു പ്രൊമോയും പോസ്റ്ററും കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അധികം മുഖവരിയൊന്നും ഇല്ലാതെ ട്രെയിലറിലേക്ക് നമുക്ക് പോകാം. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? വളരെ നല്ല ലൈറ്റിംഗ് ആണ്, നമുക്ക് വളരെ ചാമിങ് ആയിട്ട് തോന്നുന്ന ഒരു ട്രെയിലറാണ്. അതിൻ്റെ ശോഭന മോഹൻലാൽ കെമിസ്ട്രി ആയാലും ശരി, അതിൻ്റെ ഡയലോഗുകളായാലും ശരി, നമുക്കൊരു ഓക്കെ നല്ലൊരു കൂൾ ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു സിനിമയാണ്, ട്രെയിലറാണിത്. എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്ന് അറിയാം. മോഹൻലാൽ ഡയലോഗ് ഡെലിവറിയൊക്കെ വളരെ പുള്ളി ഭയങ്കര ഈസായിട്ട് ഹാൻഡിൽ ചെയ്തൊക്കെയാണ്. ആ ഡയലോഗ് ഡെലിവറിയിൽ ഒരു ഫ്ലോ ഇല്ല. എന്റെ വണ്ടിയുടെ കാര്യം തരൂല, കിട്ടൂല. കിളി പോവും. அந்த ஆளுக்கு காரு கையில கட்டியா கிளி போവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. അതായത് ചെർണോവ്സ് ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട് ഒരു സിനിമ നാടകങ്ങളെയൊക്കെ സംബന്ധിച്ച്. അത് ഇഫ് ദർ ഇസ് എ ഗൺ ഇൻ ദ ഫസ്റ്റ് ആക്ട് ഓഫ് എ പ്ലേ, ദാറ്റ് ഗൺ വിൽ ഡെഫിനറ്റ്ലി ഫയർ ഇൻ ദ തേർഡ് ആക്ട് ഓഫ് ദ പ്ലേ എന്ന് പറയുന്നൊരു ഒരു സംഭവമുണ്ട്. അത് തന്നെയാണ് ഈ ട്രെയിലർ കണ്ട് എനിക്ക് തോന്നുന്നത്. അതായത് അതിൻ്റെ ട്രെയിലറിൻ്റെ ആദ്യ ഭാഗത്തെല്ലാം വളരെ സിമ്പിളായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കാറ്, അത് ഓട്ടിക്കുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടർ എല്ലാം. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ആ കാറിൽ എന്തോ ഒരു ഇൻട്രിഗ്നെസ് ഉണ്ട്. ആ കാറിനെ ബേസ് ചെയ്ത് 1-2 ഷോട്ട്സ് വരുന്നു. അപ്പോൾ നമുക്ക് തോന്നും ഓക്കെ എന്താണ് സംഭവം. ഇതിൻ്റെ അകത്തൊരു നമ്മൾ സാധാരണ കാണുന്ന ഒരു ഫാമിലി സിനിമയ്ക്ക് അപ്പുറം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സ്വഭാവമുള്ള എന്തെങ്കിലും ഒരു സാധനം ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള ഒരു ചിന്ത പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ട്രെയിലറാണ് ഇത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഈവൻ ബസൂക്കയുടെയും തുടരുവിൻ്റെയും ട്രെയിലർ രണ്ടും വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് തുടരും എൻ്റെ ട്രെയിലറാണ്. കാര്യം എന്ന് വെച്ചാൽ വളരെ ചാമിങ് ആൻഡ് കാമായിട്ട് ഡയലോഗ് ഡെലിവറിയൊക്കെ വരുന്ന ഒരു പഴയ ലാലേട്ടൻ ഫീൽഡിലോട്ട് പോകുന്ന ഒരു ട്രെയിലറാണ് കണ്ടത്. ബസൂക്കയുടെ ട്രെയിലർ മോശം എന്നുള്ളതല്ല, അതൊരു ഡിഫറെൻറ്റ് ജോണറിൽ വരുന്നൊരു പടമാണ്. ഇതൊരു ഡിഫറെൻറ്റ് ജോണറിൽ വരുന്ന പടമാണ്. ഒരു ഇൻട്രൂഗ്നെസ്, ഇത് എന്താണ് സംഭവം എന്ന് ആ ട്രെയിലറിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടരും അതിൻ്റെ ട്രെയിലറിന് സാധിച്ചിട്ടുണ്ട്. എന്നാലും പടമൊക്കെ ഇനിയിപ്പോൾ അടുത്തടുത്തുള്ള മാസങ്ങളിലും ആഴ്ചകളിലും ഒക്കെ റിലീസാവുകയാണ്. സിനിമകൾ കണ്ടിട്ട് നമുക്ക് ഏത് സിനിമയാണ് മികച്ചതെന്നും ഏത് ട്രെയിലറാണ് മികച്ചതെന്നും ഒക്കെ നോക്കാം. അപ്പോൾ നിങ്ങളും ട്രെയിലേഴ്സ് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.